തലേദിവസം രാത്രി ചെയ്തു വെക്കുന്ന ഒരുക്കങ്ങളാണ് കേട്ടോ. ചോറ് തിളപ്പിച്ച് ഇറക്കി വെക്കും. പാറുവിന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്ത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് ആദ്യം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കണം, അതിന്റെ സ്റ്റാർച്ച് ഒന്ന് പോകണം കേട്ടോ. മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇന്ന് വൈകുന്നേരത്തേക്കാണ്. അങ്ങനെ ഇതിന്റെ ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ അത് കളറ് മാറാതെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അച്ചുമോനോട് മോരുകറിക്ക് വേണ്ട നാളികേരം ചെരുകി തരുന്നുണ്ട് കേട്ടോ. ചെരുകാൻ പറഞ്ഞപ്പോൾ ടിവിയുടെ മുന്നിൽ കൊണ്ടുവച്ച് ചെരുകി തരാണ്. അങ്ങനെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള മോരുകറിയാണ്. നാളികേരം, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇത്രയും എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അതേ അരിപ്പയിൽ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തതിലേക്ക് തന്നെ നമ്മൾ തൈരും ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. അതാ ഇതുപോലെ കിട്ടും. അങ്ങനെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിക്കുക. മുളകും വേപ്പിലും ഇടാം കേട്ടോ. അത് രണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. വേപ്പില ഉണ്ട്, പൊട്ടിക്കാൻ പോയില്ല രാത്രി. അങ്ങനെ കുറച്ച് സവോളയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി കറി റെഡി ആവും കേട്ടോ. അവസാനം കുറച്ച് നെയ്യും കൂടി ചേർക്കാം കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, പാറുവിന് എരിവ് കുറവ് മതിയല്ലോ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ നാളെ രാവിലെ സ്കൂളിൽ പോണേക്കാൾ മുമ്പ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പം നാളെ സ്കൂളിൽ പോണേക്കാൾ മുമ്പ് 7:15 ആകുമ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിയണം. അതിന് വേണ്ടിയിട്ട് തലേദിവസം ഞാൻ ചെയ്യുന്ന തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഇത്. അച്ചുമോൻ ചെരുക്കി തന്ന നാളികേരത്തിൽ നിന്ന് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പൊ നമുക്ക് കറിക്കോ ചട്നിക്കോ ആവശ്യത്തിന് എടുക്കാം. അപ്പൊ ഇതൊക്കെ തയ്യാറാക്കി അടുക്കള വൃത്തിയാക്കി ഇട്ടാലേ നാളെ രാവിലെ പണികളൊക്കെ വേഗം കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന തലേദിവസത്തെ തയ്യാറെടുപ്പുകൾ.